കർത്താവിൻ്റെ പ്രകാരം അനുഗ്രഹിക്കുന്നതാകും. കർത്താവ് സിയോനിലെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാത്തില്ലെങ്കിൽ നമുക്ക് ഗേറ്റ്വേ എന്ന സ്ഥാപനം ഒരുക്കി തന്നതിനാൽ നന്ദി പറയുന്നു. കർത്താവേ, സർവശക്തനായ ദൈവമാണല്ലോ ഭൂമി ആകാശങ്ങളുടെ ഉടയവൻ. നമ്മൾ എവിടെ എന്ത് തുടങ്ങണമെന്നുള്ളത് ദൈവം മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നതിനാലും ഇതെല്ലാം സജ്ജീകരിച്ച് വളരെ പെർഫെക്റ്റായിട്ട് ദൈവം ചെയ്തു തന്നതിനാൽ നന്ദി പറയും. ദൈവം ഈ വടകര സ്ഥലത്ത് കർത്താവെ ഗേറ്റ്വേ എന്ന സ്ഥാപനം തുടങ്ങി ദൈവം ഇത് ഭയങ്കരമായിട്ട് കർത്താവെ വളരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സ്ഥാപനത്തിന് വേണ്ടി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമ്മളെ സഹായിച്ചിട്ട് ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കും. ബിൽഡിംഗ് ഓണറിനെയും ദൈവം അനുഗ്രഹിക്കും. ദൈവമേ കർത്താവെ, ഇപ്പോൾ ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ സർവശക്തനായ ദൈവം ഈ സ്ഥാപനം ആരൊക്കെ ഈ സ്ഥാപനം പണിയാൻ സഹായിച്ചിട്ടുണ്ടോ സിനോഷിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത്യധികമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട പൊന്നു ദൈവമേ, സ്വർഗീയ പിതാവ്, കർത്താവേ, നീ എത്ര നല്ലവനാണ്. നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലോ. ഗേറ്റ്വേ എന്ന സ്ഥാപനം എൻ്റെ സർവശക്തനായ ദൈവമാണല്ലോ ഇത് ഉണ്ടാക്കി തന്നത്. ഒന്നുമില്ലാത്ത ഏതുമില്ലാത്ത അടിയനെ ഇത്രമാത്രം അനുഗ്രഹിച്ച് കേരളമൊട്ട എല്ലായിടത്തും, ഇന്ത്യയിലെല്ലായിടത്തും സ്ഥാപനം തുടങ്ങുവാൻ ദൈവം അവിടുന്ന് കൃപ ചെയ്തതിനാൽ നന്ദി പറയുന്നു. കർത്താവെ, ഈ കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലും ദൈവ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അനേകർക്ക് ഒരു സംതൃപ്തി ഉണ്ടാക്കാൻ ഗേറ്റ്വേ അവിടുന്ന് മുഖാന്തരമാക്കി നീ തീർത്തതിനാലും അങ്ങേക്ക് 1000 കോടി നന്ദി പറയും. ദൈവമേ, ഈ വടകര സ്ഥാപനത്തെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കണം. സർവശക്തനായ ദൈവം ഈ പ്രയാസ സമയത്ത് കോവിഡ് കഴിഞ്ഞിട്ടും നമ്മളെ ദൈവമേ നടുത്തൂണായിട്ട് നിർത്തി ഈ സ്ഥാപനങ്ങളൊക്കെ തുറക്കുവാൻ ദൈവം അവിടുന്ന് സഹായിച്ചു. പണത്തെയും ആൾക്കാരെയും എല്ലാം ദൈവം അവിടുന്ന് ഒരുക്കി തന്ന സർവേശ്വരന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഭൂമി ആകാശങ്ങളുടെ ഉടയവൻ വിചാരിച്ചാൽ എന്താ നടക്കാത്തത്? സർവശക്തനായ ദൈവമേ, ഈ വടകര ദേശത്ത് ഗേറ്റ്വേ എന്ന സ്ഥാപനം ഞാൻ വളരെ മുമ്പ് തന്നെ സ്വപ്നം കണ്ടതാണ് കർത്താവ്. എന്നാൽ ഇപ്പോൾ കർത്താവിൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്ന ദൈവം യാഥാർത്ഥ്യമാക്കി നമ്മളെ അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയും. നമ്മളെ സഹായിച്ച ഓരോരുത്തരെയും ഈ സ്ഥാപനം കെട്ടിപ്പടുത്താൻ കൈകോർത്ത് നമ്മളെ സഹായിച്ച ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി കുടുംബമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. കൃത്യമായി ദൈവമേ, സിനോഷേട്ടനെ ഓർത്ത് പ്രാർത്ഥിക്കും. സിനോഷേട്ടനെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇവിടെ വന്ന് ആരൊക്കെ അവരോട് ആ പുള്ളി ടീമായിട്ട് വന്ന് സഹായിച്ചിട്ടുണ്ടോ അവരേവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. എല്ലാം ഭംഗിയാക്കി ജ്ഞാനം കൊടുത്ത് ഇതെല്ലാം എങ്ങനെ പണിയണമെന്ന് അവർക്ക് ജ്ഞാനം കൊടുത്തവരെ നീ ഉപയോഗിച്ചുവല്ലോ. നിന്റെ നാമത്തിന് സ്തോത്രം. ബിജുചേട്ടനെ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവമേ, പുള്ളി നമുക്ക് വേണ്ടി നമ്മുടെ സ്ഥാപനങ്ങൾക്കെല്ലാം ദൈവമേ പുള്ളിയാണല്ലോ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. സർവശക്തനായ ദൈവം പുള്ളിയെയും കുടുംബാംഗങ്ങളെയും ദൈവം സഹായിക്കുമ്പോൾ
കർത്താവ് അവിടുന്ന് അവരെ സമൃദ്ധമായി 10,000 മടങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രജിഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവമേ, ആ മനുഷ്യൻ നമ്മളെ ഒത്തിരി സഹായിക്കുന്നു. പുള്ളിയുടെ കൂടെ വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാനോ പേരുകൾ ഓർക്കത്തില്ലെങ്കിൽ സർവശക്തനായ ദൈവം ഓരോരുത്തർക്കും സ്പെഷ്യലായിട്ട് പേര് ഉണ്ടാക്കി അവരെ വിളിച്ച് ജനിപ്പിച്ച ദൈവമേ, അവരെ പേരായ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രജീഷിൻ്റെ കുടുംബാംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കും. വർഷങ്ങളായിട്ട് നമ്മളെ സഹായിക്കുമ്പോൾ ദൈവം പുള്ളിനെയും കൂടുതലായ അനുഗ്രഹങ്ങളായിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും അതിൽ വേല ചെയ്യുന്ന എല്ലാ മാനേജർമാരെയും സമൃദ്ധമായ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേല ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ ശക്തി സഭാന്റെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ മകൻ്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നു. സദാക്കത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ അസിസ്റ്റന്റ് പയ്യനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരെയും കുടുംബാംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമാറാണ്. ഈ സ്ഥാപനം ദൈവം വളർത്തണം, അനുഗ്രഹിക്കപ്പെട്ട സ്ഥാപനമാക്കി മാറ്റണം. ദൈവമേ കർത്താവെ, നിനക്കെല്ലാം അറിയാം. ഇവിടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സും വളരെ സംതൃപ്തിയോടുകൂടി പോവാൻ ഗേറ്റ്വേ എന്ന പേര് തന്ന ദൈവം ആ പേര് ഉയരുന്ന രീതിയിലുള്ള സംതൃപ്തി അവർക്കുണ്ടാകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധ ശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ. എല്ലാവർക്കും സംതൃപ്തി ഉണ്ടാകുന്ന രീതിയിൽ ദൈവമേ, അവർക്ക് അതേപോലെ നല്ല സൗന്ദര്യമുള്ള സംഭവം മുടി ഹെയർ ഫിക്സിങ് ചെയ്ത് കിട്ടട്ടെ എന്ന് പ്രാർത്ഥന കേൾക്കുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അടിയനെയും അടിയന്റെ കുടുംബത്തെയും മക്കളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. നമ്മുടെ ഓരോ യാത്രയിലും ഓരോ വഴികളിലും നീ കൂടെ ഇരിക്കുന്നു. പ്രാർത്ഥന സർവശക്തനായ ദൈവം കേട്ടതിനാൽ നന്ദി. ദൈവമേ, കർത്താവെ, നമ്മളെ സഹായിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ഹലോ വടകര, നമുക്ക് ജൂൺ 9-ാം തീയതി ഇന്നത്തെ ദിവസം വടകര ടൗണിൽ ദൈവം സഹായിച്ച് ഗേറ്റ്വേക്ക് ഒരു ബ്രാഞ്ച് ഉണ്ടാവാൻ ദൈവം സഹായിച്ച് അത് നടപ്പാക്കി തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ വടകരയിൽ വരാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ, നമുക്ക് കണ്ണൂർ ബ്രാഞ്ചുണ്ട്. കണ്ണൂർ താവക്കര ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ 4th ഫ്ലോറിൽ നമുക്ക് ഗേറ്റ്വേയുടെ ബ്രാഞ്ചുണ്ട്. നമുക്ക് കോഴിക്കോട് മാവൂർ റോഡ് വിസോൺ കോംപ്ലക്സിൽ 2nd ഫ്ലോറിലാണ് നമുക്കുള്ളത്. അപ്പം ആൾക്കാരുടെ ആവശ്യം, അവർക്ക് ഇപ്പം ജോലി തിരക്കായതുകൊണ്ട് അവർക്കൊന്ന് വേഗം വന്ന് ഹെയറിൻ്റെ കാര്യം ഒന്ന് സർവീസ് ചെയ്യാനായിട്ട്, പുതിയത് ചെയ്യാനായിട്ട് അവർക്ക് എളുപ്പമായിട്ട് വടകരയുടെ ഇപ്പം തലശ്ശേരിയിൽ നിന്ന് വടകര വരാം, മാഹിയിൽ നിന്ന് വരാം, പല സ്ഥലത്തുനിന്ന് അടുത്തുള്ള സ്ഥലത്തു നിന്നൊക്കെ വടകരയ്ക്ക് വരാം. അതിനുവേണ്ടി നമ്മൾ വടകര ഒരു ഹബ്ബാക്കിയിട്ടാണ് നമ്മൾ വടകരയിൽ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം ഗേറ്റ്വേ എന്ന സ്ഥാപനം വടകരയിൽ തുടങ്ങുവാൻ നമ്മൾ ആഗ്രഹിച്ച് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സർവീസ് ഇതാണ്. ഹെയർ ഫിക്സിംഗ് എന്ന് പറയുന്നത് ചുമ്മാ എന്തെങ്കിലും വിഗ് വെച്ച് പറഞ്ഞു വിടുന്ന സംഭവമല്ല നമ്മൾ ചെയ്യുന്നത്. അതിനൊരു ആർട്ടിസ്റ്റിക് സ്റ്റൈലുണ്ട്. ഇപ്പം നമുക്ക് നേരത്തെ എങ്ങനെ മുടി ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ നമ്മൾ ഹെയർ ഫിക്സ് ചെയ്ത് കൊടുക്കും കസ്റ്റമേഴ്സിന്. അവർക്ക് നേരത്തെ ഉള്ള മുടിയുടെ അതേ മാച്ചിനനുസരിച്ച് അവരുടെ സ്കാൽപ്പിന് യോജിക്കുന്ന, അവരുടെ മുഖത്തിന് യോജിക്കുന്ന രീതിയിലുള്ള ഹെയർ ഫിക്സിങ് ചെയ്യാം. ഹെയർ ഫിക്സിങ് ചെയ്യുന്ന രീതികളും ഡിഫറെൻ്റാണ്. ഇപ്പം പലരും പല രീതിയിലുള്ള ചിന്തകളാണുള്ളത്. ഇപ്പം ട്രാൻസ്പ്ലാന്റ് കിളിക്കും എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ എത്ര കിളിക്കുമെന്ന് പറഞ്ഞാലാണ് ഈ പ്രശ്നം വരുന്നത്. കിളിക്കുന്നത് ഒരു മുടി കിളിച്ചാലും അത് കിളിക്കുമെന്ന് പറയും. പക്ഷേ ഒരു മുടി കിളിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഇത്രയും വലിയ കഷണ്ടി ആണെങ്കിൽ 1, 2, 3 മുടി കിളിച്ചത് കൊണ്ട് നമ്മുടെ കഷണ്ടി മറയുന്നില്ല. നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഈ സൈഡിലെ ഹെയർ, ഡോണർ ഹെയർ എടുത്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടുന്ന് എടുക്കുമ്പോൾ ഇവിടെയും കുറയും,
ആൾക്കാർ വിചാരിക്കുന്നത് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പൊട്ടിക്കിളിക്കുമെന്ന്. ഒരിക്കലും സാധിക്കത്തില്ല. പിന്നെ അതുമല്ല, ഇത് എടുത്തിട്ട് ഇവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പം ഇവിടുത്തെ ഹെയറും അത് കിളിച്ചാൽ കിളിച്ചു, കിളിച്ചില്ല. പിന്നെ അതുമല്ല, പത്രവാർത്തകളുണ്ട് ഇപ്പം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് അപകടമാണെന്നും പോലീസ് കേസും ഒക്കെ ഒരു പോലീസുകാരൻ തന്നെ മരിച്ച സംഭവമുണ്ട്. പക്ഷെ നമ്മൾ അത് റിസ്ക് ഇല്ലാത്ത സംഭവമാണ്. നമ്മൾ ഹെയർ ഫിക്സിങ്ങിൽ കൂടി നമ്മൾ കഷണ്ടിയുടെ ആൾക്കാർക്ക് ഒരു കഷണ്ടി ഇല്ലാതാക്കുന്നത് റിസ്ക് ഇല്ലാത്ത രീതിയിൽ ചെയ്യുന്നതാണ് നമ്മൾ ഈ ഗേറ്റ് വേ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരാൾക്ക് മുടി കുറവാണെങ്കിൽ ആ ഏരിയയിൽ മാത്രം നമ്മൾ ആ സ്വന്തം ആളുടെ ഹെയറിന് യോജിക്കുന്ന രീതിയിലുള്ള ഹെയർ നമ്മൾ മാച്ച് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കും. ഫിക്സ് ചെയ്യുന്ന രീതി ഇപ്പോൾ എടുക്കേണ്ടാത്ത ടൈപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ സർജറി ചെയ്ത് ഫിക്സ് ചെയ്യല്ല, അല്ലാത്ത അമേരിക്കൻ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് സൂപ്പറാണ്, മാർവലസ് ആണ്. നിങ്ങൾക്ക് എടുക്കണ്ട, വലിച്ചാലും വരില്ല, തൊട്ടാലും അറിയില്ല, കുളിച്ചാലും ഇളകില്ല. അങ്ങനത്തെ ഒരു സംഭവം അത് അടിപൊളി തന്നെ, വിതൗട്ട് സർജറി ചെയ്യുന്ന സംഭവമാണ്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഗേറ്റ് വേ സമീപിക്കാം. വെറും 2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഹെയർ ഫിക്സ് ചെയ്തെടുക്കാം. റിസ്ക് ഇല്ലാത്ത രീതി, ഒരു റിസ്ക്കും ഇല്ലാതെ നിങ്ങൾക്ക് ഹെയർ ഫിക്സ് ചെയ്ത് ഗേറ്റ് വേ എന്ന സ്ഥാപനം നമ്മൾ ചെയ്തു തരും. ഇതിനുള്ള വിദഗ്ധർ ഇവിടെയുണ്ട്, വടകരയിലുണ്ട്, മാനേജറുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്. എല്ലാം ഫുൾ ഫ്ലെഡ്ജ് ആണ്. നിങ്ങൾക്ക് വന്ന് സർവീസ് ആർക്കാണോ ആവശ്യം, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇതുകൊണ്ട് എൻ്റെ തല കറങ്ങുമോ, നിങ്ങൾക്കൊന്നുമില്ല. ഒരു ഷർട്ട് ഇടുന്നതിന് തുല്യമേ ഉള്ളൂ. ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല, ഒരു അസ്വസ്ഥത ഉണ്ടാവില്ല, ഒരു വേദന ഉണ്ടാവില്ല, ഒരു സർജറി ഒന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് അടിപൊളി സ്റ്റൈലിൽ നിങ്ങൾക്ക് ഏത് സ്റ്റൈൽ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം സൈഡിലോട്ടുള്ള സ്റ്റൈൽ മതിയെങ്കിൽ സ്റ്റൈൽ വേണ്ട, നിങ്ങൾക്ക് പറ്റ അടിച്ചിട്ട് ഇങ്ങനെ സ്പൈക്ക് സ്റ്റൈൽ വേണം. പണ്ടൊക്കെ സ്പൈക്ക് സ്റ്റൈലായിരുന്നു, ഇപ്പം അതും മാറി. ഇപ്പം മുടി വളർത്തലാണ്. ഇപ്പം ആൾക്കാർക്ക് മുടി വളർത്തുന്ന ഒരു ട്രെൻഡാണ്. ഈ കൊറോണ ആയതുകൊണ്ട് എല്ലാവരും താടിയും മുടിയൊക്കെ വളർത്തി തുടങ്ങി. ഇങ്ങനെ കെട്ടി ആണ് ഇപ്പോൾ ആൾക്കാർ ആ സ്റ്റൈലാണ് ചെയ്യുന്നത്. എങ്ങനെ വേണം, നിങ്ങൾക്ക് നീളമുള്ള മുടി വേണമെങ്കിൽ നീളമുള്ള മുടി ചെയ്യാം. പിന്നെ സ്ത്രീകൾക്കും നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം സ്ത്രീകൾക്ക് ഇപ്പം ഈ നടുഭാഗത്തൊക്കെ ഉള്ളു കുറവായിരിക്കും. അപ്പം അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയാണ്. സ്ത്രീകൾക്കും അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ അത്തരം ഭാഗത്ത് നമ്മൾ ഉള്ളു കൂട്ടിക്കൊടുക്കും. അതിനുള്ള എക്സ്റ്റൻഷൻ ടെക്നിക്സ് ഉണ്ട്, പ്ലസ് ഇൻ്റർലോക്കിംഗ് സിസ്റ്റമാണ്. അത് നിങ്ങൾ വന്ന് നേരിട്ട് മാനേജേഴ്സിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും, നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പം നിങ്ങൾക്ക് ആ ഒരു ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്യും. ഇപ്പോൾ വീട്ടമ്മമാർക്ക് ഇപ്പം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഹോർമോണൽ ഇംബാലൻസ് ആയിട്ട് ഇവിടെ എല്ലാം കുറവായിട്ടുണ്ടാവും. ഒന്നും ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ നല്ല കനക്ക മുടി കിട്ടുന്ന രീതിയിലുള്ള ടെക്നിക്ക് ഇവിടെ ഗേറ്റ് വേ ചെയ്തു തരുന്നതാണ്. അപ്പം ധൈര്യമായിട്ട് ഗേറ്റ് വേൻ്റെ എല്ലാ പ്രോബ്ലം, ഇപ്പം ചില ആൾക്കാർക്ക് ചില 1000-1-2 പേർക്ക് അലോപേഷ്യ എന്ന് പറഞ്ഞ രോഗം ഉണ്ടാവും. അതിനെന്ത് ചെയ്യും? അതിന് വിഗ് മാത്രമേ ഉള്ളൂ? അല്ല, വിഗ് അല്ലാത്ത സംഭവങ്ങളുമുണ്ട്, അല്ല എടുക്കേണ്ടാത്ത ടൈപ്പും ഒക്കെ ഉണ്ട്. അത് എന്താ വേണ്ടിയെന്നുള്ളത് നിങ്ങൾ നേരിട്ട് വന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് പഴയ ഫോട്ടോ ഉണ്ടാവുമല്ലോ, ആ ഫോട്ടോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് ചെയ്തു തരും. 100% ഗ്യാരണ്ടീഡ് ഫിനിഷിങ് ഞങ്ങൾ ചെയ്തു തരും. അതിനൊന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രൈസും ഒന്നും വലിയ ഹൈ പ്രൈസ് അല്ല. നിങ്ങൾക്ക് ലോ പ്രൈസ് ഉള്ളത് വേണമെങ്കിൽ ഉണ്ട്, ഹൈ പ്രൈസ് ഉള്ളത് വേണമെങ്കിൽ ഉണ്ട്. എക്സ്പെൻസീവ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്, ഇമ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട്. ഇന്ത്യൻ ഹെയർ തന്നെയാണ്, പക്ഷെ പ്രോസസ്സ് ചെയ്താണ് ചെയ്യുന്നതല്ലോ. അപ്പം അത് നിങ്ങൾക്ക് ഏത് ടൈപ്പുള്ള ഹെയർ വേണോ, നിങ്ങളുടെ മാച്ചിങ് ഹെയർ ഒക്കെ ലഭ്യമാണ്. നിങ്ങൾ നേരിട്ട് വരിക. താങ്ക് യു.